അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അവതാരങ്ങൾ കൂടെ ചുറ്റിപ്പറ്റി നടന്നിരുന്നോ എന്ന് അന്വേഷിക്കുക. അതാണ് ആദ്യം നടത്തുന്നത്. അവരിതെല്ലാം പറഞ്ഞ് നേരത്തെ പറഞ്ഞതിൽ നിന്നൊരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യൂട്ടേൺ അടിക്കുകയാണോ ഒരു ശങ്ക പൊതുവിൽ സമൂഹത്തിൽ വന്നത്. വേറെ വാഹനം പിടിച്ചു പോയി മറ്റ് പ്രദേശങ്ങളിൽ പോയി കയറേണ്ടതായിട്ട് വരും. സൗജന്യ യാത്ര വന്നു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമായിട്ടാണല്ലോ വരുന്നത്. കാരണം ദേവസ്വം മന്ത്രി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനറിയില്ല എന്ന്. ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബ വീട്ടിൽ പോയതാണ് എന്നൊന്നും അതിനെ കുറിച്ച് പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ആത്മഹത്യ എഴുതുന്നൊന്നും ഒരു പുതുമയുള്ള കാര്യമില്ലല്ലോ. പലരും ആത്മഹത്യ എഴുതട്ടെ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കണ്ണിനൊരു ചികിത്സ നടത്തി. ആ ചികിത്സ വിവരത്തിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നോക്കുമ്പോൾ അതൊക്കെ അതിന്റെ വഴിക്ക് വന്നോളൂ. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ട് കേട്ടേക്കണം. സതീശന്റെ മംഗലാപുരം യാത്രയും ഈ പറയുന്ന RSSന്റെ കീഴടങ്ങലും തമ്മിൽ എന്തെങ്കിലും ബന്ധം സംശയിക്കുന്നത് മാത്രമല്ല, യാത്രയുടെ കൂടെ ശബരിമല കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അതാദ്യവുമായി ബന്ധപ്പെട്ട ആളെ കണ്ടെത്തുന്നത് സതീശൻ കഴിഞ്ഞ ദിവസം ആ യാത്രയെ കുറിച്ച് ചാർട്ടേഡ് വിമാനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത്. ആ യാത്രയിൽ ഇപ്പം ഈ പറയുന്ന RSSുമായി ബന്ധം, അവരുടെ അജണ്ട നടപ്പാക്കുന്നു, PMC പദ്ധതി നടപ്പാക്കുന്നു, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ട്? അല്പം ദുരൂഹത അതിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ശബരിമല കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനിടയായത്? അദ്ദേഹം എങ്ങനെയൊരു ഇടനിലക്കാരനായിട്ട് മാറുന്നു? അത് ഇതേവരെ വ്യക്തത വരുത്തിയ കാര്യമാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകൾ അതെന്താണ്, എന്തിനായിരുന്നു, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബ വീട്ടിൽ പോയതാണ് എന്നൊന്നും അതിനെ കുറിച്ച് പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. ഏതായാലും അദ്ദേഹം അത് വ്യക്തത വരുത്താത്തോളം കാലം ഈ പറയുന്ന ദുരൂഹത നിലനിൽക്കും. അത് തന്നെയാണ് വസ്തുത. എന്തുകൊണ്ടാണ് ഇത്രയും കാലാവസ്ഥ അത്രയും വലിയ അറ്റകുറ്റപ്പണിക്കുള്ള സാഹചര്യം ഉണ്ടായിരുന്നു? അല്ല, അറ്റകുറ്റപ്പണി നടത്താൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അറ്റകുറ്റപ്പണി നടത്തേണ്ട ആവശ്യമൊക്കെ ഉള്ളത് തന്നെയാണ്. കാരണം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ എല്ലാ കെട്ടിടങ്ങൾക്കും ഉണ്ട്. അതിനിടയാക്കിയിട്ടുള്ളത് നമ്മളൊരു പൊതുരീതികളാണ്. അതിൽ നിങ്ങൾക്കും നല്ല ഉത്തരവാദിത്വമുണ്ട്. ഏതെങ്കിലും ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ ഈ അവിടെ താമസിക്കുന്നൊരു മന്ത്രിയുടെ എന്തോ വ്യക്തിപരമായൊരു കാര്യമാണ് എന്ന മട്ടിലാണ് അതിനെ എടുക്കുക. ആരും അപ്പോൾ അറ്റകുറ്റപ്പണിക്ക് തയ്യാറാവില്ല. ഈ തുടക്കത്തിൽ അറ്റകുറ്റപ്പണിക്ക് തയ്യാറാകുന്നതായിരിക്കും. അതിന് കുറ്റം പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിപ്പയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, കോഴിക്കോട് കൺട്രോൾ റൂമിൽ അവിടെ പ്രതിപക്ഷത്തെ CPM-ന്റെ ഒരു MLA പ്രവേശിപ്പിക്കാത്തൊരു ഇഷ്യൂ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ LDF-ന്റെ ഒരു കാലത്ത് ഇത്തരം ഈ പകർച്ചവ്യാധി കൺട്രോൾ റൂമുകളിൽ അങ്ങനെ MLA-മാരും കൂടെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. MLA-മാരും കൂടി അവിടെ പങ്കെടുക്കാറുണ്ട്. ആ അനുഭവത്തിലാണല്ലോ അവർ പോകുന്നത്. ആ കഴിഞ്ഞ കാലത്ത് കോഴിക്കോടാണല്ലോ നിർഭാഗ്യവശാൽ 2 തവണ ഉണ്ടായത്. ആ ഘട്ടത്തിലൊക്കെ അവരെല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ട് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് സംരക്ഷണത്തിൽ കഴിയേണ്ട ആളുകളുണ്ട്. അവരെ ബന്ധപ്പെടുന്ന പണി ഇവരെല്ലാവരും കൊടുക്കുകയായിരുന്നു. അവരെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, നല്ല കരുത്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നതായിരുന്നു നേരത്തെ. ഈ ലീഡർ നിയമനം ആരാണ് നടത്തിയതെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണെന്ന് നടത്തിയെന്ന് ആദ്യം ദേവസ്വം മന്ത്രി പറയുന്നു, പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട് ലീഡറെ മാറ്റുന്നു. അപ്പോൾ ആരാണ് നടത്തിയതൊരു അതിനൊരാള് വേണ്ടേ? ഇതിൽ വന്നിടത്തോളം കാര്യങ്ങൾ വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമായിട്ടാണല്ലോ വരുന്നത്. കാരണം ദേവസ്വം മന്ത്രി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനറിയില്ല എന്ന്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ ചില രാഷ്ട്രീയ ആലോചനകൾ ചിലപ്പോൾ നടക്കാറുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ട് ആലോചിച്ചിട്ടില്ല എന്ന് അവരുടെ പാർട്ടിയും പറഞ്ഞതായിട്ടാണ് കേട്ടത്. അപ്പോൾ പിന്നെ എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്ക് തന്നെയാണല്ലോ വരുന്നത്. അവിടെയാണ് ഇദ്ദേഹം നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് എല്ലാം കൂട്ടിക്കെട്ടി വരുന്നത്. എന്താണ് അങ്ങനെ ഒരു ധൃതി കാര്യത്തിൽ ഉണ്ടാകാൻ ഇടയായത്?
അതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങൾ തന്നെയാണ്. ഇതില് അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട്. ഏത് തരത്തിലുള്ള അന്വേഷണമാണ് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശിച്ചത്? അന്വേഷണം ഈ ഞാൻ പറഞ്ഞ കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കടലാസുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടോ, അത് കൃത്യമായി അന്വേഷിക്കാൻ സാധിക്കണം. അതിന് പറ്റുന്ന ഏജൻസി ആയിരിക്കണം നിശ്ചയിക്കുന്നത്. അത് സർക്കാർ തന്നെ ആ കാര്യത്തിൽ നടപടികൾ എടുക്കേണ്ടതാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് താങ്കളുടെ മകളെ വിടാതെ പിന്തുടരുകയാണ്. പിണറായി വിജയന്റെ മകളായത് കൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു സമീപനം അവർ സ്വീകരിക്കുന്നത്? അപ്പൊ ബുധനാഴ്ച ഹാജരാകാൻ വീണ്ടും നോട്ടീസ് കൊടുക്കും. വീണ്ടും അല്ല, നേരത്തെയുള്ള നോട്ടീസ് തന്നെയാണ്. നേരത്തെയുള്ള നോട്ടീസിന്റെ ഭാഗമായിട്ട് പോകേണ്ടതേ ഉള്ളൂ. അതാണത്. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അന്ന് തന്നെ ഞാൻ പറഞ്ഞാണല്ലോ. അത് മേലെ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് അവർ വന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ കണ്ടാൽ മതി. അത് ഇന്നൊരു വാർത്ത പുറത്തുവരുന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായി. അദ്ദേഹം ശബരിമല സ്ത്രീ പ്രവേശനം നടത്തുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രമുഖൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി തന്നെയും ശ്രീജിത്തിനെയും പോലീസ് ഉദ്യോഗസ്ഥനെ ശ്രീജിത്തിനെ അവിടെ മാറ്റി നിർത്തി എന്ന് വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യമല്ല. കാരണം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തെ അവിടുന്ന് മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. പ്രതിപക്ഷ നേതാവ്, ഈ PM ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രി, പ്രത്യേകിച്ച് ലീഗ് നേതാക്കൾ, UDF നേതാക്കളൊക്കെ പറയുന്നത് മുൻ സർക്കാർ ഒപ്പിട്ട് പോയി, ഒപ്പം തന്നെ അഡ്വാൻസ് തുകയും കൈപ്പറ്റി, അതുകൊണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് നടപടിയെടുക്കാൻ വൈകുന്നത് എന്ന കാര്യമാണ് മന്ത്രി അടക്കം പറയുന്നത്. അതങ്ങനെ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഒരു വസ്തുതയും അതിലില്ല. കാരണം നേരത്തെ LDF സർക്കാർ അതിൽ വ്യക്തത വരുത്തിയതാണ്. ഞങ്ങളതുമായി തുറന്നില്ല എന്ന് കൃത്യമായിട്ട് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതോടെ അത് അവസാനിച്ചു. നേരത്തെ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ച ഇടങ്ങളുണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ് ആദ്യം ഒരു ഘട്ടത്തിൽ അവർ ഈ PMC ഒപ്പിട്ടു. പിന്നീടൊരു ഘട്ടത്തിൽ PMCയുടെ ഭാഗമാകേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അത് ഒഴിവാക്കി. ഒഴിവാക്കിയതിന് ശേഷം സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് ഈ സാമ്പത്തിക ഉപരോധങ്ങൾ വന്നു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും PMCയുടെ ഭാഗമായി. അപ്പോൾ ഒഴിവാക്കിയത് തന്നെയാണ്. അതിനകത്ത് പ്രശ്നമില്ല. ഒഴിവാക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് എപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴത്തെ സർക്കാരിനും ഉള്ളത് തന്നെയാണ്. അവരിതെല്ലാം പറഞ്ഞ് നേരത്തെ പറഞ്ഞതിൽ നിന്നൊരു, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യൂട്ടേൺ അടിക്കുകയാണോ ഒരു ശങ്ക പൊതുവിൽ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. പത്മകുമാർ നേരത്തെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് CPM-നെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടക്കുന്ന ആരോപണങ്ങളോട്, അതായത് നേരത്തെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നടപടിയെടുക്കാൻ പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നു. അപ്പൊ നടപടിയെടുത്താൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്നൊരു സമ്മർദ്ദ നീക്കം, ബ്ലാക്ക്മെയിലിംഗ് തന്ത്രമാണ് അയാൾ പയറ്റുന്നതാണ് പറയുന്നത്. അതൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇന്നത്തെ കാലത്ത് ആത്മഹത്യ എഴുതുന്നൊരു പുതുമയുള്ള കാര്യമില്ലല്ലോ. പലരും ആത്മഹത്യ എഴുതുന്നുണ്ടല്ലോ. അത് എഴുതട്ടെ. പക്ഷേ ഞങ്ങളെ പാർട്ടിയുടെ കാര്യം എന്ന് പറയുന്നത് പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി ആലോചിക്കും. ആ ആലോചനയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനമായിട്ട് വരികയും ചെയ്യും. അതിനിതൊന്നും ബാധകമായിട്ട് വരുന്ന കാര്യം. തെരഞ്ഞെടുപ്പിന്റെ അവലോകന സീറ്റും നടത്തിയിട്ട് വലിയ വിമർശനങ്ങൾ താങ്കൾക്കെതിരെ ഉണ്ടായതൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ തെറ്റുതിരുത്തൽ എന്താണ് തെറ്റുപറ്റിയെന്ന് പാർട്ടി ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, അതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഞാൻ വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞതിൽ ഒരു കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലപാടെടുത്തു എന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇത് വരികയും അത് വിമർശനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞിരുന്നു. അതിനകത്ത് അങ്ങനെ പിന്തുണച്ച് സംസാരിച്ചതായിട്ട് പറയുന്ന ഒരാളാണ്. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായ കാര്യങ്ങളും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ കാര്യങ്ങൾ. അതിലെന്തിനാ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകേണ്ട കാര്യം? പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു തന്നെയാണല്ലോ ശരി. അതിനർത്ഥം മുമ്പെടുത്ത തീരുമാനങ്ങൾ പലതും തെറ്റായിരുന്നു. ആ തീരുമാനം എന്ന് പറയുമ്പോൾ വിഷ്വലായിട്ട് ആളുകളുടെ മുമ്പിലുള്ളത് താങ്കൾ അയ്യപ്പ സംഗമ സമയത്ത് കാതിൽ കയറ്റി കൊണ്ടുവരുന്നതാണ്. അതുകൂടി ഉണ്ട്. അപ്പൊ തീരുമാനം പാർട്ടി അതെടുത്ത് തെറ്റെന്ന് പറയുമ്പോൾ അതും തെറ്റ് എന്നാണ്. അല്ല, അതിനെ തെറ്റായിട്ട് കണ്ടിട്ടില്ല. തെറ്റായിട്ട് കണ്ടത് ഈ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ, ആ സംസാരിച്ച കാര്യങ്ങൾ കേരളീയ സമൂഹം പൊതുവിലെടുത്തത് മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള ഒരു സംസാരമായിട്ടാണ്.
അതിനെക്കുറിച്ചുള്ള പ്രതികരണം പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടത്തിയിരുന്നു. ആ പ്രതികരണം അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചായില്ല എന്ന പൊതുവിമർശനം വന്നിരുന്നു. ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടി ഇപ്പോൾ തീരുമാനമെടുത്തത്. അതാണ് ഉണ്ടായത്. അങ്ങ് പ്രതിപക്ഷ നേതാവാണ്, ഉപനേതാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായോ? പ്രതിപക്ഷ ഉപനേതാവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് വന്നോളൂ. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ട് വിഷമിക്കണം. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് തന്നെ പറഞ്ഞിരുന്നു, അധികാരത്തിലെത്തുന്ന സമയത്ത്, മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് ചില അവതാരങ്ങൾ കടന്നു വരാൻ ശ്രമിക്കും, അവരെ അകറ്റി നിർത്തണമെന്ന്. പിന്നീട് ഈ അവതാരങ്ങൾ ഭരണത്തിലും ഭരണത്തിന്റെ സ്ഥാനങ്ങളിലേക്കും കടന്നു വന്നോ എന്ന് ഗൗരവതരമായി പരിശോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറയുകയാണ്. എന്താണ് അങ്ങയുടെ പ്രതികരണം? തീർച്ചയായും അത് അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷിക്കുന്ന നല്ലതാണല്ലോ. അതിന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പാർട്ടികൾക്കും അതിന്റെ ബാധ്യതയുണ്ട്. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അവതാരങ്ങൾ കൂടെ ചുറ്റിപ്പറ്റി നടന്നിരുന്നോ എന്ന് അന്വേഷിക്കലാണ്. അതാണ് ആദ്യം നടത്തുന്നത്. അതെ, അതിനെപ്പറ്റി വേറെ പ്രശ്നമില്ല. അതിനെപ്പറ്റി നിങ്ങൾ ആരും ശങ്കിച്ചിരിക്കേണ്ട കാര്യം, ഒരു പ്രശ്നം അതിനെപ്പറ്റി. ഈ 5 ഗ്യാരണ്ടി പറയുന്ന ഈ സൗജന്യ ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഈ ബസ്സുകളെ സംബന്ധിച്ച് 3225 ബസ്സുകളാണ് പക്ഷെ ജില്ലകൾ എടുക്കുമ്പോൾ അത്രയും ഓർഡിനറി ബസ്സുകളില്ല. എങ്ങനെയാണ് നമ്മൾ സന്ദേശത്തോടെയാണ്, പ്രതീക്ഷയോടെ നോക്കുകയാണ്? ഇതൊക്കെ നൽകിയ വാഗ്ദാനം അതേപോലെ പാലിക്കാനാകുമോ എന്നുള്ളതാണ് കേരളം നോക്കുന്ന പ്രശ്നം. ഇപ്പോൾ UDF സർക്കാർ പറഞ്ഞു സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കും KSRTC ബസ്സിൽ. അത് KSRTC ബസ്സിൽ എന്നാണ് പറഞ്ഞത്. പിന്നെ KSRTCയുടെ ഇന്ന ബസ് എന്ന് അന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫലത്തിൽ കേരളത്തിലെ പല പ്രദേശങ്ങളിലും അവിടെയുള്ള സ്ത്രീകൾക്ക് വേറെ വാഹനം പിടിച്ചു പോയി മറ്റ് പ്രദേശങ്ങളിൽ പോയി കയറേണ്ടതായിട്ട് വരും സൗജന്യ യാത്ര വേണം. കാരണം അവിടെ ഈ പറയുന്ന ബസ്സില്ല. ഒരുപാട് കേരളത്തിലെ പ്രദേശങ്ങൾ ഇന്നിപ്പോൾ പറഞ്ഞ കാറ്റഗറി ബസ് ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അപ്പോൾ അതെല്ലാം നേരത്തെ നൽകിയ വാഗ്ദാനം. ആ വാഗ്ദാനം പാലിക്കാനാകുമോ ഇല്ലേ എന്നുള്ളത് അവർ തന്നെ പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും അനുകൂലിക്കുന്ന നിലയെ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൂ. ആ നിലപാട് തന്നെ തുടരുകയും ചെയ്യും. പ്രതിപക്ഷ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നില്ല, പ്രതിപക്ഷ MLA ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. അല്ല, അത് ഉദ്ഘാടന ചടങ്ങിന്റെ കാര്യമല്ലേ. ഈ പറയുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ നടപടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന നടപടികൾ അതിനെ പിന്താങ്ങുന്ന കാര്യമാണ് ഞങ്ങൾ എപ്പോഴും സ്വീകരിച്ചത്. ഇനിയും അത് തന്നെയാണ് സ്വീകരിക്കുക. ഈ നിപ പോലുള്ള സംഭവം ഏകോപിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് വലിയ പങ്കില്ല. കാരണം ഇപ്പൊ അത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി അതിൽ കാര്യമായി ഇടപെട്ടില്ല. നേരത്തെ 2 തവണ ഉണ്ടായ സമയത്തും അത് ഏകോപിപ്പിച്ചത് താങ്കളായിരുന്നു. അത് കാലം പോയില്ലേ, പുതിയ കാലല്ലേ. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കന്നഡ ഞാൻ ഇടയ്ക്ക് കണ്ണിനൊരു ചികിത്സ നടത്തിയിരുന്നു. ആ ചികിത്സ തിമിരത്തിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നോക്കുമ്പോൾ വായിക്കാനൊന്നും കന്നഡയുടെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ കണ്ടിരുന്നു ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്ക് കന്നഡ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ കന്നഡ ഉപയോഗിക്കാതിരിക്കുകയാണ്. ശരി, പക്ഷെ കന്നഡ ഉപയോഗിക്കണമെന്ന് പലരും പറയുന്നുണ്ട്. കുറെ കാലമായിട്ട് കന്നഡയോടുകൂടി മുഖം കണ്ടതുകൊണ്ട് നോക്കാം നമുക്ക്.